ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി BS6 മോഡൽ വണ്ടിയാണ്. സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നിലവിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്താണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റും ഫ്രണ്ട് ബ്രേക്ക് ഒരയുന്ന കംപ്ലയിൻ്റാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്പാർക്ക് പ്ലഗിൽ കറണ്ട് വരുന്നുണ്ടായില്ല. അതാണ് ശരിക്കും കംപ്ലയിൻറ്റ്. ഇവിടെ പ്ലഗിനകത്തേക്ക് പവർ സപ്ലൈ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഈ HT കോയിൽ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടിങ്ങിലാക്കി. അത് വെച്ചിട്ട് നമ്മളതിൻ്റെ ബാക്കിലത്തെ ഭാഗങ്ങൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ മാക്സിമം തീർന്ന് നിൽക്കണേ. ഒന്ന് രണ്ട് നമ്മൾ കാഴ്ചയിൽ പെട്ടെന്ന് കാണുന്ന ഒന്ന് രണ്ട് കംപ്ലയിൻറ്റുകളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നോക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ കൂട്ടത്തിൽ കൂടെ അതുകൂടി നമുക്ക് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നിലവിൽ ബാക്കിലത്തെ ലൈനർ മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് അഴിച്ച് നോക്കിയിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ മാറ്റേണ്ടി വരാം. ഇനി അതെല്ലാം ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ നല്ല ടൈറ്റാണ്. അതേപോലെ കേബിളുകളും ടൈറ്റ് ആയേക്കാം. അതാണ് ഫ്രണ്ട് ബ്രേക്ക് ജാമായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ 2 കേബിൾ മാറ്റാം. ഫ്രണ്ട് ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ ക്യാമൊക്കെ ഗ്രീസ് ചെയ്യാം. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മിക്കവാറും നമുക്ക് മാറ്റേണ്ടി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് അഴിച്ച് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് അഴിക്കാനും പറ്റുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പൊല്യൂഷൻ ഓൾറെഡി ഇല്ല, പൊല്യൂഷൻ നില്ലായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പൊല്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ അതുകൂടി നമുക്ക് എടുക്കാവുന്നുള്ളൂ. പിന്നെ എഞ്ചിനിലെ ഓയിലിൻ്റെ ലെവൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്ന റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്നു. ഓയിൽ ഒരുപാട് കൂടുതൽ ഒഴിച്ചേക്കണം. അപ്പോൾ അതൊന്നും നമുക്ക് ഓയിൽ വലിയ പഴക്കമില്ലാത്ത ഓയിലാണ്. അതൊന്ന് കറക്റ്റ് ലെവലിലേക്ക് ആക്കണം. കാരണം കൂടുതൽ ഓയിൽ ഒഴിച്ചാൽ നമ്മൾ ഈ സ്റ്റിക്ക് തുറക്കുമ്പോൾ തന്നെ ഓയിൽ ചാടി പോരാണ്. നമുക്ക് ആ കൂടി 600 മില്ലി ഓയിൽ മതി നമുക്ക് ഈ മോഡൽ വണ്ടികളിൽ. അപ്പോൾ ഓയിൽ വലിയ പഴക്കമില്ല, അത്യാവശ്യം പഴക്കമുള്ളതാണ് ഈ പറയുകയാണെങ്കിൽ മാറണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ പറയണം കേട്ടോ. കാരണം അതല്ലെങ്കിൽ നമുക്കത് ഊറ്റിയിട്ട് ആ ഓയിൽ തന്നെ ലെവലാക്കി കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ബാറ്ററി നമ്മളൊന്ന് അഴിച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. കാരണം ബാറ്ററി ചാർജ് വളരെ മോശമാണ്. കാരണം വെച്ചാൽ ലെവൽ വളരെ വോൾട്ട് വളരെ കുറവായിട്ട് വരുന്നുണ്ട്, ആംബിയറും കുറവാണ്. അപ്പോൾ ഒന്ന് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്ലഗിൻ്റെ കേസ് സ്പാർക്ക് പ്ലഗ് കൂടി നമുക്ക് മാറണം. ചെറിയൊരു മിസ്സിങ്ങും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് മെയിനായിട്ട് നമുക്കുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിച്ചിട്ട് ഒരു പ്രാവശ്യമൊക്കെ വിടിയിച്ചിട്ടാണ്. അപ്പോൾ ശരിക്കും ആ കേബിൾ മാറ്റി കളയേണ്ടതാണ്. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസും കൂടിയും പറയാം. അപ്പോൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഡാമേജ് ഉള്ള പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറയാം. ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ആയിട്ട് ഇവിടെ വിടിയിച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറ്റുന്നുണ്ടെങ്കിൽ ആക്സിലേറ്ററിൻ്റെ കേബിൾ 2 വരും. ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിൾ ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ പൊല്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ എമൗണ്ട് വരും. ബാക്കിൽ ബ്രേക്ക് അഴിച്ചിട്ട് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ബാക്കിൽ ബ്രേക്ക് ലൈനർ വരും. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഏതൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ അത്രയും വർക്ക് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരുന്നൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും പറയാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒന്ന് പറയാം. അതായത് പൊല്യൂഷൻ്റെ കേസായാലും എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ. കാരണം നമ്മൾ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അതിനകത്ത് പൊല്യൂഷൻ ഇല്ല. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പിന്നീട് പോയി എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.